ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് വിഷു സ്പെഷ്യലായിട്ട് കടല മസാലയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. നമുക്ക് സദ്യക്കൊക്കെ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. ഇതിന് വേണ്ടി 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വെള്ളക്കടല എടുത്ത് നല്ലപോലെ കഴുകി ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട്. 8 മണിക്കൂർ കുതിർന്നതിന് ശേഷം കുക്കറിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കഴുകുന്നതിന് ശേഷം കുക്കറിലേക്ക് മാറ്റി 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതേപോലെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചതിന് ശേഷം 10 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. 10 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫാക്കി സ്റ്റീമെല്ലാം മാറിയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് എത്രത്തോളം വെളിച്ചെണ്ണ വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ പെരും ജീരകം, 1 കഷ്ണം പട്ട, ചെറിയ കഷ്ണം ബേ ലീഫ്, 3 ഗ്രാമ്പു, ഇത്രയും ഇട്ട് കൊടുത്ത് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത്രയും ചേർത്തതിന് ശേഷം ചെറിയ തീയിൽ എല്ലാം മൂപ്പിച്ചെടുക്കുക. ഇനി എല്ലാം മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം നീളത്തിൽ അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ ഒരു റെസിപ്പി ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ സവാള നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ചെറിയ 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി മൂപ്പിച്ചെടുക്കണം. തക്കാളിയും അതേപോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആകണം. ഈ തക്കാളിയെല്ലാം ഇതിലേക്ക് അലിഞ്ഞ് ചേർന്നാൽ മാത്രമേ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പച്ച തന്നെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉള്ളിയും തക്കാളിയും നല്ല പോലെ വഴന്ന് വന്നാൽ തീ വളരെ ചെറുതാക്കിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. ഇനി എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. പിന്നെ 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ചെറിയ തീയിലിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം. അതിനുശേഷം മാത്രമേ ഇതിലേക്ക് കടല ചേർക്കാൻ പാടുള്ളൂ. ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർക്കാം. ഇപ്പോൾ സ്റ്റീമെല്ലാം മാറി കടലെല്ലാം നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് നേരത്തെ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി കടലേക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ എല്ലാം മിക്സാക്കി എടുക്കണം. പിന്നെ കടല റോസ്റ്റ് ആയതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ച് ചെറിയ തീയിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ കടലയും മസാലയും നന്നായിട്ട് ഒന്ന് മിക്സായി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചുവന്ന കളറിലുള്ള ക്യാപ്സിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി ജസ്റ്റ് ഒന്ന് വറുത്ത് ഇതിലേക്ക് പൊടിച്ച് ഇട്ട് കൊടുത്തു. എല്ലാം കൂടി വഴറ്റിയതിന് ശേഷം വീണ്ടും 1 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അടിപൊളി കടല റോസ്റ്റ് റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഈ വിഷുവിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് റോസ്റ്റല്ല ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അല്പം എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഈ റെസിപ്പി ഇഷ്ടമാണെന്ന് തോന്നിയാൽ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.